ഡോക്ടർ പറഞ്ഞു പോലും ബേബി നീ ഉണ്ണി കഴിക്കരുത്. അതിൻ്റെ മനസ്സിലായി കാണും, പരുവക്കേടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് ആരംഭകാലത്തൊക്കെ അങ്ങനെ ഈ റൈത്തോമിലൊക്കെ വളർന്ന പിള്ളേര് പറഞ്ഞു കേട്ടുണ്ട്, ഗസ്റ്റുകളൊക്കെ കാണുമല്ലോ ഞായറാഴ്ച, മിക്കവാറും പിള്ളേർക്ക് ഒന്നും കാണുകയില്ല. അത്തെ കാലമല്ലേ. 2 അയിലയായിരിക്കും മേടിച്ച് കറി വെച്ചത്, 4 ഉപദേശിമാരാ വന്നത്. പിള്ളേർക്ക് കിട്ടത്തില്ല. പിള്ളേരെ അമ്മ സഹോദരിമാർ കണ്ണുകൊണ്ടൊക്കെ കാണിക്കും പൊക്കോളാൻ. പിന്നെ ഉപദേശിമാർക്കെല്ലാം കൊടുത്ത് അവർ തൃപ്തിപ്പെട്ട് പോയി കഴിയുമ്പോഴാണ് പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം എൻ്റെ ഭാഷ ഓപ്പണല്ല, വല്ല ചാറോ പുളിയോ ചിലപ്പോൾ അതുമില്ല. ദൈവദാസിമാർക്ക് മിക്കപ്പോഴും കാണത്തുമില്ല. ഇന്നതെല്ലാം മാറി. ഇന്ന് നമ്മൾ ആദ്യം എടുത്ത് പാത്ത് വെച്ചാ പിന്നെ നമുക്കുള്ളത് വേണ്ടായോ. എന്നാൽ അന്ന് ആരംഭകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്. പഴയ അമ്മമാരോട് ഈ അമ്മയൊക്കെ ചട്ടയും കൊണ്ടുകൊടുത്തൊരു അമ്മ, ഒത്തിരി നാളായി ഇങ്ങനത്തെ ഒരെണ്ണത്തിനെ കണ്ടിട്ട്. ഇപ്പം എല്ലാം അങ്ങ് ശാരിക്കാരാ. 90 ചെന്ന തള്ള ഇപ്പം നല്ല ഇണങ്ങുന്നുണ്ട്. അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് തരട്ടെ, സ്തോത്രം, നന്നായിരിക്കും. അതിനെ മൂടിയിരിക്കുന്നത് ഞാൻ ചട്ടയെ ഉടുപ്പിക്കുന്ന ഓർത്താണ്. നീ ആ പരുവത്തിനൊക്കെ ഇരുന്നാൽ മതി. അപ്പൊ ഈ പഴയ അമ്മമാർക്കറിയാം പരാധീനത കഷ്ടതയുള്ള കാലമാണ്. അന്നൊക്കെ മംഗലമല്ലേ, ചിരട്ടത്തവിയ. അത് ലാസ്റ്റ് ഇങ്ങോട്ട് പോരുമ്പോൾ ശബ്ദം കേൾക്കും. അതിഥി കേൾക്കാതിരിക്കാൻ എൻ്റെ വല്യമ്മച്ചിയൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ആ കൈ കൊണ്ട് അവസാനം കോരി ആ തവിക്കകത്തിട്ടേക്ക് കൊണ്ടു കൊടുക്കുന്നത്. അതെ, അങ്ങനെയൊക്കെ ഈ വേലയ്ക്ക് ചുമല് കൊടുത്തവരുണ്ടെന്നായി പറഞ്ഞത്. അടുത്ത വാക്യം മറക്കരുത്, അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാല് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നിന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്നെയും നിന്റെ സന്തതിയെയും അനുഗ്രഹിക്കുന്ന, നന്മകൾ തരുന്ന, അഭിവൃദ്ധിയിലേക്ക് നടത്തുന്ന, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്നിരുനാമത്തിനായി മണ്ണിൽ നിന്മക്കൾ സഹിച്ചവരെ, തന്നിരുനാമത്തിനായി കൈയടിച്ച് മണ്ണിൽ നിന്മക്കൾ സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തു കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, തിരുസന്നിധം ചേർത്തു കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയോ നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ, അധികമില്ലിനിയോ നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. ദൈവത്തെ സ്തുതിക്ക്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നിയമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നിന്റെ ഇപ്പോഴത്തെ പരാജയവും ആമെ ക്ഷീണങ്ങളും എല്ലാം ദൈവം നീക്കുമെന്ന് നീ വിശ്വസ്തയോടെ നിൽക്ക്, വിശുദ്ധിയോടെ നിൽക്ക്, വേർപാട് പാലിക്ക്, ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്ക്. ദേശത്ത് ദൈവം നിന്നെ ഉയർത്തും. ദൈവം വിശ്വസ്തൻ. പക്ഷെ ഒരു കാര്യം, നീ വേർപാട് പാലിക്കണം. കാണുന്നതിനകത്തെല്ലാം ചെന്ന് ഇത് അലയിടരുത്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോകരുതെന്ന്. ഞാൻ കടമെടുത്ത് പെന്തിക്കോസുകാരോട് പറയാ, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പെന്തിക്കോസുകാര്. നീ 28 കെട്ടിനും പോയി, മാമോദിസയ്ക്കും പോയി, ആണ്ടിയാത്തത്തിനും പോയി, അടിയന്തരത്തിനും പോയി, നെയ്യപ്പവും തിന്ന് അവിടെ അങ്ങ് നടക്കുക. ഉണ്ണിയപ്പവും തിന്ന് ഇവിടെ അത് അന്ന് എനിക്ക് വിഷയമല്ലല്ലോ. ഇത് ഗുണമാകുന്നതല്ലേ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ഓണക്കളിക്കും പോയി ക്രിസ്തുമസിന്റെ കേക്ക് മുറിച്ച്
ഈസ്റ്ററിന് അപ്പവും താറാവ് കറിയും തിന്ന് പെന്തിക്കോസ. മനസ്സിലാകുന്നുണ്ടോ? നീ കബഡി കളിക്കാനും പോയി, വടം വലിക്കും പോയി, തുമ്പി തുള്ളാനും പോയി, അയൽക്കൂട്ടത്തിന്റെ തിരുവാതിര അതിന് നീ സെറ്റ് താരി കൊടുത്തോണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല, സകല കേസിനകത്ത് നിന്നെ കാണാം. കൊടിയും പിടിച്ചോണ്ട് അവരുടെ കൂടെയും പോയി. ഏത് കൊടിയാ എവിടാന്ന് എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കരുത്. നീ ഒരു കാലത്തും രക്ഷപ്പെടുകയല്ല. പക്ഷെ നീ വേർപാട് പാലിച്ചാൽ, നീ പ്രമേണത്ത് നിന്നാൽ ഈ ദേശത്ത് ദൈവം നിന്നെ ആദരിക്കും. ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. നീ സഭായത്തിന് കൃത്യം വരികയല്ലോ. ഹോളുണ്ട്, പഴയ ഹോൾ. നീ 10 മണിക്കാ സഭായം, നീ വരുവോ? നീ 11 പമ്മി വരിക, പന്നിയും പിള്ളേരും വരും പോലെ. നിങ്ങളുടെ കാര്യമല്ല ഈ പറഞ്ഞ, അങ്ങനെ വരുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ 10 വരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ. അല്ലെങ്കിലാ 10 സഭായം നീ 9:30 വന്ന് മുട്ടയിലിരിക്കണം. സ്തോത്രം. പിള്ളേരെ സൺഡേ സ്കൂളിന് വിടുകയല്ലോ. 300 പുട്ടും 2 ഏത്തക്കായും 2 ഓഴുമൊത്തം കഴിക്കണമെന്ന് അവൻ കഴിച്ചേച്ച് പറഞ്ഞു, ഞാൻ സഭായത്തിന് വരുന്നില്ലെന്ന്. എന്നാ വിട്ടിരുന്നോണം, ഞാൻ ഞങ്ങൾ പോയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ രക്ഷപ്പെടും? അന്ത്യാകുമ്പോ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? TV അങ്ങ് വെക്ക്. ഇപ്പൊ പിന്നെ TV-യിൽ എല്ലാവരുടെ കൈ സാധനമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തള്ള അടുക്കളയിലിരുന്ന് കാണുന്നു, ചെറുക്കം മുറിക്കകത്തിരുന്ന് കാണുന്നു. എന്തുവായി കാണുന്നെന്നുള്ളതാ. അപ്പൻ റോഡ് നിൽക്കുക. എന്തുകൊണ്ട് വിശേഷം? തങ്കച്ച, നീ സന്ധ്യക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. നീ മൊബൈലുമായിട്ട് നിന്നെ പാമ്പ് കൊത്തും. ഈ സന്ധ്യക്ക് പരിയമ്പറത്തൂടെ. മനസ്സിലാകുന്നുണ്ടോ? നീ സന്ധ്യയാകുമ്പം വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയും പിള്ളേരും അപ്പനും അമ്മയും വീട്ടിൽ ആരൊക്കെ അങ്ങോട്ട് മുഴങ്കാലിരുന്ന് പാട്ട് പാടി ആത്മാവി നിറയണമെന്ന്. നീ 10:30 തള്ളി വരുവാ. 2 അരിയുടെ ചോറും അങ്ങ് തിന്നും. അതിനടുത്ത് കൂട്ടാനും 4 ഏമ്പൊക്കെ ഒന്നാണ്ട് വലന്ന് കിടക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങേരെ വിളിക്കേണ്ട ഒരു കാര്യവും ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ തന്നെ വന്നാലേ ഒക്കെ ഉള്ളു. ബാക്കി എല്ലാവരും സ്റ്റാൻഡേർഡിൽ പ്രസംഗിത. ഇന്ന് രാത്രിക്ക് ജീസസ്, എനിക്കതൊക്കത്തില്ല. നമുക്ക് ഇതില്ലാത്ത കൊണ്ടായി പറയുന്നത്. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നീ വേർപാടും വിശുദ്ധിയും കാത്ത് വിശ്വസ്തരായി നിന്ന് നിത്യതയിലെത്തണം. അല്ലാതെ കുറെ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവർക്കും ഒന്നും എൻ്റെ ശുശ്രൂഷയൊന്നും ഇഷ്ടമല്ല. നിങ്ങളുടെ ചിലരുടെ മുഖമൊക്കെ ഞാൻ നോക്കണേ, എന്നെ ഇങ്ങനെ കട്ടിക്കിടിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞായിരിക്കുന്നത്. നീ പിന്നീട് ഇരുന്ന് ചിന്തിക്കും, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ ചിന്തിക്കും, എടാ അയാൾ പറഞ്ഞാ ശരിയെന്ന്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലടത്ത് എന്നെ വിളിക്കുമ്പോഴേ പറയാം, അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല, വിളിക്കരുത്, ഇമ്മ നമ്മളൂടെ നാണം കെടും. ഇന്നിപ്പം രാത്രി പറയും, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞല്ലേ അയാളെ വിളിക്കരുത്. ഇന്ന് പറയുമെന്നുള്ളതിന് സത്യം പറയാന്നേ രാത്രി എന്നെ ഫോൺ ചെയ്യണം. ഇതിനകത്തുള്ളവർ പറയാം, പാസ്വേഡ് ഞാൻ അന്ന് പറഞ്ഞ അയാളെ വിളിക്കാം. അതിനാ നമ്മൾ വലിയ കൺവെൻഷൻ ഇല്ല, ചെറുതാന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയും പൊക്കമുള്ളൂ എന്ന് ഓർത്ത് എന്നിട്ടും അയാൾ പോയില്ല. അയാൾ പറഞ്ഞു ചെറുതിനും ഞാൻ വരുമെന്ന്. ഞാൻ ചെറുതിനും വലുതിനും എല്ലാം പോകും. 2 പേരെ ഉള്ളതിലും കാര്യം പറയാൻ പോകും. സ്തോത്രം. ഒറ്റ ആഗ്രഹമുള്ളു, എല്ലാവരും അങ്ങ് കാണണം. പാടി പ്രാർത്ഥിച്ച് ഇവിടെ നരകത്തിൽ പോകരുതെന്ന്, നീ കുഴയരുതെന്ന്, നീ അങ്ങ് കാണണമെന്നായി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ആരംഭകാലത്ത് തീക്ഷ്ണതയോട് ഇവർ നിന്നവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാല് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് ഇവർ തീക്ഷ്ണതയോടെ ദൈവത്തെ സേവിച്ചു. എന്നാൽ കാലക്രമേണ കുറെ കാലങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ ആ ആരംഭകാലത്തെ ശൂരത്വവും വീര്യവും ദൈവകൃപയും ആ തീക്ഷ്ണതയല്ല അങ്ങ് കുറഞ്ഞു. പണ്ട് എവിടെ യോഗമുണ്ടെങ്കിലും പോകുക, എത്ര നേരമുണ്ടെങ്കിലും അന്നൊക്കെ വീശിയാ കൈയടിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ബോട്ടിയട്ടിക്കവലെ കേൾക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞ അന്ന് മുമ്പേ പറഞ്ഞ പോയിന്റ് 10 യോഗം വന്ന് 8 മണിക്ക് എത്തും.
പണ്ടൊക്കെ സഭായം കഴിഞ്ഞാൽ പരിശോധന ചെല്ലു പോകും. ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലഘുലേഖ കൊടുത്താ വരുന്നത്. ആരെ കണ്ടാലും സുവിശേഷം പറയും. തിയോളജി ഒന്നും പറഞ്ഞില്ലെങ്കിൽ യേശു രക്ഷിക്കും, യേശു വിടുവിക്കും, യേശു സൗഖ്യമാക്കും, യേശു പരിഹാരം തരും, യേശു രക്ഷകൻ. ഇതൊക്കെ എല്ലാവരോടും പറയുമായിരുന്നു. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കുക. ഇപ്പൊ പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി, നമുക്ക് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏത് പാട്ടാ പാടണ്ടെന്നോ യോഗാരംഭ ഗീതമുണ്ട്. സന്ദർഭോചിതമായിട്ട് അതൊന്നും അറിയത്തില്ല. അടുത്ത സമയത്ത് എവിടെ ഒരു യോഗത്തിന് ചെന്നപ്പോഴാ പൊതുയോഗം അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. പൊതുയോഗം പ്രാർത്ഥിച്ചു കണ്ടപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആരുമില്ല. ഇഷ്ടംപോലെ ആളിന് പോണ്ട് പാടുന്നില്ല. പാസ്റ്റർ പാടണ്ടേ, അല്ലെ സഭയിലെ സെക്രട്ടറിയാന്ന് പറഞ്ഞ ആൾ പാടണ്ടേ, അല്ലെ ട്രഷാർ പാടണ്ടേ, അല്ലെ കമ്മിറ്റി മൊത്തം കമ്മിറ്റിയാന്നില്ല, കമ്മിറ്റിക്കാർ പാടണ്ടേ, അതിലെ ഔദ്യോഗിക പാസ്റ്ററുടെ ഭാര്യ പാടണ്ടേ. പിന്നെ ഒരു തള്ള അവിടെ ഇരുന്ന് പാടുക. ഒരു പൊതുയോഗം തുടങ്ങുക, തള്ള പാടുക. ഒല്ലിമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഈ യോഗമായിട്ട് ഈ മലയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ പറ. ഒലിവുമല അതിന് ഇവർക്ക് തന്നെ ഒരു യോഗം തുടങ്ങുക. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. സ്തോത്രം. ഇനി മേൽ എന്നെ വിളിക്കുകയല്ല. ദൈവത്തെ ഓർത്ത് ആ പാവത്താനും ഒന്നും ചെയ്തേക്കരുത്. ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ നിന്റെ കുരുട്ട് കണ്ണ്. സ്തോത്രം. ഭക്തി ആഗ്രഹമുള്ളു നിത്യതയിലെത്തണം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നവര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവര് വളരെ ക്ഷീണിച്ചു, ആത്മീയത്തിൽ ക്ഷീണിച്ചു. ഈ ബോർഡും പേരും ഒക്കെ ഉള്ളു, ആത്മീയമില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവര് വളരെ ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് 2 വാക്യം തെളിവിന് 2 വാക്യം വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ ക്ഷീണിച്ചതിന് തെളിവ്. 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം ഇവര് മന്ദതയുണ്ടെന്ന, ക്ഷീണമായി, മന്ദതയായി. ഇനി 12, 12 വായിച്ചേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ 2 വാക്യത്തിന്റെ വെളിച്ചത്തിൽ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞ ആത്മീകത്തിൽ ക്ഷീണിച്ചു. അല്ല, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും മന്ദതയും. ഇവര് ക്ഷീണിച്ച് തളർന്നു, വല്ലാതായി. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ച് വശം കെട്ട എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ഒന്നുകൂടെ ശക്തീകരിക്കുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പൊ ഇവർക്കൊരു ചിന്ത, ഞങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമാണ്. ആ പള്ളിയും പട്ടക്കാരെയും പുരോഹിതന്മാരെയും ആ യെരൂശലേം ദേവാലയം അമ്പരചുംബിയായ പള്ളിയും അതിന്റെ പ്രൗഢിയും പത്നാസും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വിട്ടേച്ചു വന്നത് അബദ്ധമായോ? അതെല്ലാം മണ്ടത്തരമായോ? അതെല്ലാം പോഷത്വമാണോ? ഈ ജാതികളുടെ ശ്രേഷ്ഠതയെല്ലാം വിട്ടേച്ച് വന്ന് കുത്തിയിരിക്കുന്നത് വിവരക്കേടാന്നുള്ള ചിന്ത അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു. അപ്പൊ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തി എഴുതുക, നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് പോഷത്വമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കണ്ണിന് കാണുവാൻ കൗതുകമുണ്ടാക്കുന്ന നമ്മളെ ആകർഷിക്കുന്ന വിധത്തിൽ ഇവിടെ ഒന്നുമില്ലെങ്കിലും ആത്മക്കണ്ണ് തെളിഞ്ഞ ദൈവമക്കൾക്കറിയാം, അവൻ അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നു കയറിയിരിക്കുന്നത്. ഇവിടെ ശ്രേഷ്ഠനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഏറെ നല്ലതെന്ന എന്ന് പറഞ്ഞാൽ വിട്ടതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു.
ഓടിച്ച് മുമ്പോട്ട് പോകാം. ഓരോ അധ്യായവും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഗരനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് മാത്രമാണ് ശ്രേഷ്ഠൻ. മൽക്കീസദേക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് പ്രയോഗം പറഞ്ഞു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. വേറൊരു ഭാഗത്തൊരു പ്രയോഗം കൊണ്ട് നടത്തി, ഇവനത്ര മഹാനെന്ന് നോക്കാൻ. കാണാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അനുഭവിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, ആരാധിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അംഗീകരിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു. അവൻ സ്തോത്രം, അവൻ അനുധാവനം ചെയ്യാൻ പറ്റുന്നവനാ യേശു ക്രിസ്തു. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യേശു ക്രിസ്തു മാത്രം ശ്രേഷ്ഠൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ ബോധമായി ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ ബോധമായി മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവീൻ. വരുവീൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവീൻ. ബലവും ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ. ഓ ബലവും ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ. തിരുനാമമെന്നോർക്കും വാഴ്ത്തുവീൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനിക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്കു പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ ഒരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ഓ അവനെ ഒരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവനില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നല്ല കർത്താവിനെ ഭജിക്കുവാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം, ഈ യേശുവിനെ ആരാധിക്കുവാനും അറിയുവാനും സ്നേഹിപ്പാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. ഒറ്റ വാക്ക് പറഞ്ഞ ഈ പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. ഞാൻ ഇന്നും ഞങ്ങള് കൂടി വരുന്ന സഭയിൽ പറഞ്ഞു, പെന്തിക്കോസ് വന്നതാ ഭാഗ്യം.
നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതുപോലൊരു ചതിവ് ദൈവമേ, ഇതുപോലെ ചതിവല്ല, ഇതുപോലൊരു കൊടുംചതിവ്. ഞാനിതിനകത്ത് വന്നിട്ട് 10-30 കൊല്ലമായി, ഇന്ന് വരെ തോന്നിയിട്ടില്ല മണ്ടത്തരമായെന്ന്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. മനസ്സിലായോ? നിന്റെ ഇരിപ്പ് കണ്ടാ വെട്ടുകുഴിക്കകത്ത് ഒന്നാമത് നിന്റെ മോന്ത ശരിയല്ല. ഇരിപ്പ് കണ്ടാ ഞാൻ വെട്ടുകുഴിക്കകത്ത് ഈ മോന്തയൊക്കെ മതി, പക്ഷെ നല്ല സന്തോഷിച്ചിരിക്കണം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ, അതാ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. പാട്ടൊക്കെ വരുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. സ്തോത്രം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. നിർമ്മലന, വിശുദ്ധന, പരിശുദ്ധന, യാതൊരു ഊനമില്ലാത്തവനാ ക്രിസ്തു. പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 5-6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും യേശുവിനില്ലായിരുന്നു. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. ദൈവത്തിന്റെ മഹത്വം. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തി 10-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശു ക്രിസ്തു പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി. ഏകയാഗത്താൽ സദാകാലത്തേക്കും. ഷൂപാസ്റ്റേ ആ 10-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചു, ഒന്ന് വായിച്ചേ. ഏതും മഹാവിരോധനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആ കൂടെ കൂടെ അങ്ങ് കഴുകുക. പരിഹാരം ഒന്നും വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ചൊല്ലിയതാ, പരിഹാരം വന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം നീ ചൊല്ലിയതാ, നിരന്ന് നിന്നാ ചൊല്ലിയത്. കുഞ്ചായനെ മേളിലോട്ട് വിടണേ. ഇക്കൊല്ലം നിന്ന് നടപടിയുള്ള കേസല്ല. ഇത് കൂടെ കൂടെ കഴിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അടുത്ത വാക്യം വായിച്ചേ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. അത് കാൽവറിയിൽ. ആമേൻ. ജീസസ്. പീലാത്തോസിന്റെ കൽത്തല മുതൽ കാൽവറി മേട് വരെ പരക്കുരിശും എടുത്ത് വീണും വേച്ചും മറച്ചും കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികളുടെ ദാക്ഷണ്യമില്ലാത്ത ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് മുതുക സങ്കീർത്തനക്കാരൻ ചൊല്ലിയിരിക്കുന്നത് ഉഴുവനാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി ഓരോ അടിയടിച്ച് പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് അവിടുത്തെ തിരിശരീരത്തിൽ നിന്ന് ഇളകി മാറുക. എന്തിന്? ഞാനെന്തെങ്കിലും നീതീകരിക്കപ്പെടാൻ. മുൾക്കിരീടധാരിയായി അവൻ. ഞാൻ ആ മുള്ള ഇസ്രയേലിൽ പോയി കണ്ടതല്ല. ബഹുമാനപ്പെട്ട ബ്രദർ സഭയിലെ കോശി സാറ്, നമ്മുടെ മൈലപ്പറ, അദ്ദേഹം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുകയും അറിവുള്ള ആളാ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്നെ കാണിച്ചത് ഈ സെയിം മുള്ളാണ്. എത്ര നീളമുണ്ട് മുള്ളിന്. അതാ മുൾക്കിരീടം. അത് അവിടുത്തെ ശിരസിൽ അടിച്ചിറക്കി. ചിന്തകന്മാര് പറയുന്നത് മുള്ളകത്തോട്ട് ഇറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നത്. സ്തോത്രം. ഇരുമ്പ് ചവണ കൊണ്ടുവന്ന് അവിടുത്തെ മുഖത്തെ രോമം ഓരോന്ന് പിടിതെടുക്കുക. ഈ പച്ചമാംസത്തിൽ നിന്നാ പിടിതെടുക്കുന്നത്. ചോര ഒലിച്ച് നീര് വെച്ച് വീർത്ത് വികൃതമായി. പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ചല്ലോ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമായി. മുൾക്കിരീടധാരിയാണ്. മുഖത്തെ രോമം പിഴുതെടുക്കപ്പെട്ടവനായി. കണ്ണ് മൂടിക്കെട്ടി കണ്ണത്തടിച്ചു. അടിച്ച് ആക്ഷേപിക്കുക. അന്ന് അടിച്ചതാരാന്ന് പറ. നീ എല്ലാം പറയുന്ന ആളല്ലേ, അടിച്ചതാരാന്ന് പറ. കരുതി കൂട്ടി തുപ്പുക, കാർക്കിച്ച് അതിന് ദുർഗന്ധമേറും. മുട്ടുയുരുട്ടി കുത്തി ആക്ഷേപിച്ചു, അപമാനിച്ചു, നിന്ദിച്ചു, പീഡിപ്പിച്ചു. ഒടുവിൽ കുരിശുമരവും ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടക്കുക. ആ കാൽവറിയുടെ മുകളിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തും ക്രൂശിച്ചു. അവിടുത്തെയും ക്രൂശിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ നീതീകരിക്കപ്പെടാൻ.
എന്റെയും നിങ്ങളുടെ പാപം പരിഹരിക്കാൻ, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ. സ്തോത്രം. മനസ്സോടെ ശ്യാമമരത്തിൽ ഊങ്ങിയ മാനുവേല ദൈവജാ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാ നിനക്കീ വേദന വരുത്തി വെച്ചതി അയ്യോ നിനക്കീ വേദന വരുത്തി വെച്ചതു നീജൻ ഞാൻ. അയ്യോ മല്ല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അലിഞ്ഞോ നീ ശാപതലയിൽ കൊണ്ടിടാൻ വലിമല്ലോ. അലിഞ്ഞു നിൻ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. നന്ദി കെട്ടായി നരക അഗ്നിയിൽ നിന്നു നേടാൻ നന്ദി കെട്ടായി നരക അഗ്നിയിൽ നിന്നു നേടാൻ മന്നവാത്തിരും പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവാത്തിരും പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏകയാഗത്താൽ സദാകാലത്തേക്കും അവിടുന്ന് പാപപരിഹാരം വരുത്തി. ക്രൂശിൽ മരിച്ചു, അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. കൊരിന്ത്യാലേഖനത്തിലും മറ്റ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ എബ്രായലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ ഇപ്പോൾ സ്വർഗത്തിൽ ചെന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആ ഭാഗമാണ് 19-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള വേദശകലത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനിയുമായി ചാട്ടെ പെട്ടെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞാൽ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും പതറിയും നിരാശപ്പെട്ട് അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. ഈ രാത്രി ഇവിടെ കൂടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഊന്നി പറയാൻ, ദൈവത്തോടും ദൈവവചനത്തോടും നിങ്ങൾ അടുത്തു വാ. ഈ അടുത്തു വരാൻ പൗലോസ് ഇവരെ ആഹ്വാനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ നിങ്ങൾ വരാൻ പറഞ്ഞു. നിങ്ങൾ അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, അകലം വിട്ട് നിൽക്കരുത്. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് വാ. ആ പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതൊന്നുമല്ല. പഴയ വഴിയാണ് യഹൂദന്റെ വഴി. യഹൂദന്റെ വഴി ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ഇത് പുത്തൻ വഴിയാ. ആ പുത്തൻ വഴി നമുക്ക് ഒരുക്കപ്പെട്ടത് അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല ചിന്തിയ.
അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അങ്ങനെ ഈ വഴി നമുക്ക് ഒരുക്കിയിരിക്കുന്നു.